രാവണനോട് കാണിക്കുന്ന ശ്രീരാമസ്വാമിയുടെ അനുകമ്പ. പോയി വിശ്രമിച്ചിട്ട് വരൂ. രാവണനാകെ ഒരു ജാള്യത തോന്നി. ഓ, ഇത്ര ശക്തനായ ഞാൻ ഒന്ന് തോറ്റുകൊടുത്തല്ലോ എന്ന്. പോവാണ് രാവണൻ. അതിനുശേഷം കുംഭകർണനെ വിളിച്ചുണർത്താൻ ഏർപ്പാട് ചെയ്തു. കുംഭകർണനാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങ. അയാളുടെ 6 മാസം സീസൺ നടക്കണമല്ലോ ഉറക്കത്തിന്റെ. വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു, എന്നിട്ടൊന്നും എണീക്കുന്നില്ല. ആനകളെ കൊണ്ടുവന്ന് മീശ വലിപ്പിച്ചു നോക്കിയെന്നാണ്. ഓ, ഭയങ്കരം തന്നെ. എന്തൊക്കെ ഇന്നത്തെ കാലത്താണെങ്കിൽ ക്രെയിനൊക്കെ കൊണ്ടുവന്ന് നോക്കിയിരുന്നു, GVC ഒക്കെ വെച്ചിട്ട് വലിച്ചു നോക്കിയിരുന്നു. എങ്ങനെയൊക്കെ എണീപ്പിച്ചിട്ട് എണീക്കണില്ല. അവസാനം മദ്യവും രക്തവും ഒക്കെ വാസനിപ്പിച്ചു കൊടുത്തു എന്നാണ്. എണീറ്റ് വന്നു. എന്നിട്ട് പിന്നെ നേരെ പല്ല് തെച്ചു അറിയില്ല, രാവണന് പോയിട്ടൊരു ഉപദേശം കൊടുത്തു. രാവണ, നിന്റെ അധർമ്മം കൊണ്ടാണ് ഈ കുലം നശിക്കാൻ പോകുന്നത്. നിനക്കറിയാം രാമൻ കേവലം സാധാരണക്കാരനല്ല, എന്നിട്ടും നീ ആത്മനാശം വരുത്തി. നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നല്ലതെന്താണെന്നറിയാത്തവൻ നല്ലതെന്താണെന്ന് ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ അത് കേട്ടൊന്ന് ചിന്തിച്ച് ജീവിച്ചാൽ എത്ര വിപത്തുക്കൾ ഒഴിവാക്കാം. നീ അത് കേൾക്കാനും തയ്യാറായില്ല, കേട്ടാൽ തന്നെ അത് സ്വീകരിക്കാനും തയ്യാറായില്ല, നീ സ്വീകരിച്ചാൽ തന്നെ നീ അതിൽ ജീവിക്കാനും തയ്യാറല്ല. അങ്ങനെയുള്ള നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ലോകത്തിൽ ഇതാണ് പ്രശ്നം. നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ടുമല്ല, അത് കേൾക്കാനുള്ള മനസ്സും കേട്ട് ഉൾക്കൊള്ളാനുള്ള മനസ്സും ഉൾക്കൊണ്ടതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള മനസ്സും ഇല്ലാത്തതാണ് പലപ്പോഴും ഈ ലോകത്തിൽ നമ്മൾ ഒരാളുടെ പുരോഗതിക്ക് തടസ്സം കാണുന്നത്. പിന്നീട് കുംഭകർണൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്ത് യുദ്ധത്തിന് പോവുകയാണ്. ശ്രീരാമസ്വാമി ചോദിച്ചു വിഭീഷണോട്, അല്ല വിഭീഷണ, ഇതേതൊരു ആന വരുന്നോന്ന് പറഞ്ഞു. ആനയുള്ളത് ഇതെന്റെ സഹോദരനാണെന്നോ? വലിയൊരു പർവ്വതം പോലെ വരുന്നത്. വാനരന്മാർ വിചാരിച്ചെന്തോ മലയിറങ്ങി വരികയെന്ന്. വിഭീഷണൻ തന്റെ സഹോദരനെ കണ്ടപ്പോ പേടിച്ചില്ല, ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ മനസ്സിലായോ, ഞാൻ അവിടുത്തെ സഹോദരൻ വിഭീഷണൻ. ഇവിടെ രാവണപക്ഷത്ത് നിൽക്കുന്ന കുംഭകർണൻ വിഭീഷണനെ നോക്കിക്കൊണ്ട് പറയുന്ന വാക്കുകൾ എന്നറിയോ? നീ ഭാഗ്യം ചെയ്തവനാണ് കേട്ടോ എന്ന്. കാരണം രാമപക്ഷത്തിലേക്ക് വന്നതുകൊണ്ട് നിനക്ക് നല്ലൊരു ഭാഗ്യമുണ്ടായി കുട്ടി, നീ അനുഗ്രഹീതനാണ്. ഇപ്പൊ കുംഭകർണന്മാർക്കറിയാം ഏത് പക്ഷത്താ ചേരേണ്ടത്, രാമപക്ഷത്താണ് ചേരേണ്ടതെന്ന്. പക്ഷെ അവര് ദൗർഭാഗ്യവശാൽ ആരെ പക്ഷത്ത് നിൽക്കുന്നു? രാവണപക്ഷത്ത് നിൽക്കുന്നു. ഇതുപോലെയാണ് പലരും. അവർക്കറിയാം ഏത് വഴിയാണ് നല്ലത് എന്ന്. പക്ഷേ ഏതോ ഒരു ശക്തിയുടെ നിയോഗം കൊണ്ട് അവരെല്ലാം രാവണപക്ഷത്തിൽ തന്നെ നിന്നുപോകുന്നു. അർജുനൻ പറഞ്ഞതുപോലെ ഏതോ ശക്തി എന്നെ അനിശ്ചന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിത. എനിക്ക് പാപം ചെയ്യരുതെന്നൊക്കെ അറിയാം, പക്ഷെ ഉള്ളിലിരുന്ന് ഏതോ ഒരു ശക്തി എന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. ഇതാണ് ചിലരുടെയൊക്കെ നിർഭാഗ്യക്കേട് എന്ന് പറയുന്നത്. നിങ്ങളിതൊക്കെ കേട്ടു എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് മാറുന്നുണ്ടോ? ചിലവരുണ്ടല്ലോ സപ്താഹങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ രാവിലെ 4 മണിക്ക് എണീക്കും, വീട്ടിലാകെ ഒരു വിപ്ലവമാണ്, ബ്രഹ്മത്തെ എപ്പം പിടിക്കുന്നുള്ള വാശിയിലാണ്, ദൈവത്തെ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നുള്ളൊരു വാശിയൊക്കെ കാണും. രാവിലെ എണീക്കും, തയ്യാറായി കുളിച്ചു റെഡിയായി, പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് വിശ്വം വിഷ്ണു അഷത്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതഗത് ഭൂതവത് ഭാവോ ഭൂതാത്മ കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇപ്പം മഹാവിഷ്ണു അവിടുന്ന് ഓടി വരുന്നു. അധികമൊന്നും വേണ്ട, 4 ദിവസം. 4ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതഗത് ഭൂത. 5ാമത്തെ ദിവസം ഭൂതം. തമാശയല്ല, എല്ലാവരുടെ ആവേശവും ഒരു ആരംഭത്തിൽ കാണും, പിന്നെ അത് കാണില്ല. രാവിലെ പ്രസന്നതയോടെ എണീറ്റ് വരിക എന്നുള്ളത്. മുഖത്ത് നല്ലവണ്ണം എന്ത് വയ്ക്കണം? പ്രസന്നത വയ്ക്കണം. രാവിലെ വർക്ക് ചെയ്യുന്നവർക്കറിയാം എന്താ പ്രസന്നത എന്ന്. ശനിയും ഞായറും ഉണ്ടാകുന്ന പ്രസന്നത തിങ്കളാഴ്ച നോക്കുമ്പോൾ പോകണല്ലോ എന്നുള്ള പ്രസന്നതയിലാണ് വരുന്നത്. ഇന്നും ഓഫീസിൽ തോന്നും ഒരു മടുപ്പ് ജീവിതത്തോട്. കാരണം
ചെയ്ത വർക്ക് തന്നെ ചെയ്തു വർക്ക് തന്നെ. സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് രാവിലെ ഇഡ്ഡലി തരിക, ഉച്ചയ്ക്ക് ഇഡ്ഡലി തരിക, വൈകുന്നേരം ഇഡ്ഡലി തരിക, പിറ്റേന്നും രാവിലെ ഇഡ്ഡലി, പിറ്റേന്നും ഉച്ചയ്ക്ക് ഇഡ്ഡലി, പിറ്റേന്ന് വൈകുന്നേരം ഇഡ്ഡലി, മൂന്നാമത്തെ ദിവസം ഇഡ്ഡലി. 3 നേരം ഒരേ ഇഡ്ഡലി തന്നാൽ എന്തായിരിക്കും അവസ്ഥ? 2-3 ദിവസമൊക്കെ നിങ്ങൾ സഹിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇഡ്ഡലി എടുത്തിട്ട് വേറെറിയും. ഇത് തന്നെയാണ് വർക്കിൽ പലർക്കും ഉള്ളത്. ചെയ്ത് തന്നെ ചെയ്യുമ്പോൾ ഒരു മടുപ്പ് വരും അവർക്ക്. അങ്ങനെ വിരസത വരുന്ന സമയത്ത് പിന്നെ ഉത്സാഹം ഉണ്ടാവില്ല. വിരസത ഉത്സാഹം നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കേണ്ടത് തന്നെ എങ്ങനെയാണ്? നല്ല പ്രസന്നതയോടെ ഉത്സാഹത്തോടെ എണീക്കുക. അങ്ങനെ ജീവിക്കുക. നമ്മൾ പരിശീലിച്ചു നോക്കാം. മുഖത്ത് നല്ല 70 mm ചിരി വെക്കണം എന്ന് പറയില്ല, ഒരു മുഖത്തൊരു പ്രസന്നത വയ്ക്കുക. മുഖം കണ്ടു കഴിഞ്ഞാൽ അന്ന് നമ്മളെ കാണുന്നവർക്ക്, ചിലവരുടെ മുഖം കണ്ടാൽ തന്നെ കണക്ക് തന്നെ അന്നത്തെ കാര്യം. അത് കണ്ടിട്ടാണ് നമ്മളൊരു വഴിക്ക് പോകുന്നതെങ്കിൽ അന്നത്തെ കാര്യം നടക്കില്ല. എന്നാൽ നമ്മൾ നല്ല പ്രസന്നതയിൽ എണീറ്റ് വരിക. അതേ പ്രസന്നത കിടന്നുറങ്ങുന്നത് വരെ നിലനിർത്തുക. മനസ്സിലായില്ലേ? രാവിലെ ഉണ്ടാക്കിയ പ്രസന്നത കിടന്നുറങ്ങുന്നത് വരെ ഒന്ന് നിലനിർത്തി നോക്കുക. ഇത് നിങ്ങൾ കണ്ണാടിയിൽ എഴുതി വെക്കണേ. ഞാൻ രാവിലെ എണീക്കുമ്പോഴും പ്രസന്നതയിലായിരിക്കും. പിന്നെന്താണ്? രാത്രി കിടന്നുറങ്ങുന്നത് വരെ ആ പ്രസന്നത നിലനിർത്തും. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അതിൻ്റെ ഇടയ്ക്ക് തലവേദന വന്നാലും പ്രസന്നതയിൽ തലവേദന എടുക്കുക. അങ്ങനെ ഒരു മുഖത്ത് നമ്മളൊരു ഇത് വയ്ക്കുക. നോക്കൂ, നിങ്ങൾ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നേടാനുള്ളത് ജീവിതമാണ്. നമ്മൾ പ്രസന്നതയിൽ ജീവിച്ചാലും ജീവിതം മുന്നോട്ട് പോവും. ദുഃഖത്തിൽ ജീവിച്ചാലും, നമ്മുടെ ദുഃഖമുഖം ഒരാളെ കാണിച്ചാലും ജീവിതം മുന്നോട്ട് പോകും. ഏതായിരിക്കും കൂടുതൽ നല്ലത്? പ്രസന്നതയിൽ ജീവിക്കലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിശ്വാസമുണ്ട്, രാവിലെ കണി കാണുക എന്നുള്ളൊരു വിശ്വാസം ഇല്ലേ? അപ്പൊ പറയും, ഇന്ന് നിന്റെ മുഖ കണി കണ്ടത്. അങ്ങനെയും പറയുന്നവരുണ്ട്. ഓ, ഇന്ന് നിങ്ങളുടെ മുഖമാണ് കണി കണ്ടത്, നന്നായി, വിചാരിച്ച കാര്യം നടക്കും എന്നുള്ളത്. അപ്പൊ നമ്മളെ കൊണ്ട് എങ്ങനെ പറയണം? കേമായി, നല്ല മുഖ കണി കണ്ടത്. അങ്ങനെ ഒരു ശാപത്തിന്റെ വാക്കുകൾ പറയാൻ ഇട കൊടുക്കരുത്. ഇന്ന് നല്ലൊരു മുഖമാണ് കണി കണ്ടത്. പ്രസന്നതയിൽ തുടങ്ങുക, പ്രസന്നതയിൽ അസ്തമിക്കുക. രണ്ടാമത്തെ കാര്യം, ആരുമായി സമ്പർക്കത്തിൽ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രസന്നതയോടെ വർത്തമാനം പറയുന്നൊക്കെ. അപ്പോഴും വിടരുത് നമ്മള്, പ്രസന്നതയോടെ. മൂന്നാമത്തത്, ജീവിതത്തിൽ എന്ത് അനുഭവം വന്നാലും ആരെങ്ങനെ പെരുമാറിയാലും അത് പ്രസന്നതയോടെ കേൾക്കുന്നു വയ്ക്കുക. അങ്ങനെ ഈവൺ ഒരാളുടെ മരണവാർത്ത കേൾക്കുമ്പോഴും നമ്മൾ ഞെട്ടി തകർന്ന് തരിപ്പണായിട്ടൊന്നും കേൾക്കണ്ട. മരിച്ചോ? ചിരിച്ചിട്ട് കേൾക്കണം എന്നല്ല പറയണത്, മനസ്സിലൊരു പ്രസന്നത വയ്ക്കുക. അങ്ങനെ നമ്മളത് കേൾക്കാൻ പരിചയിക്കുക. എന്ത് കേൾക്കുന്നതും ഒരു പ്രസന്നതയിൽ കേൾക്കുക. അവസാനം നാലാമത്തത്, നാം ആർക്കെന്തു കൊടുക്കുമ്പോഴും പ്രസന്നതയോടെ കൊടുക്കുക. പ്രസന്നതയോടെ സംസാരിക്കുക, പ്രസന്നതയോടെ കൊടുക്കുക, പ്രസന്നതയോടെ എന്തും കേൾക്കുക. എളുപ്പമാണോ? ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാലല്ലോ, അവര് കഴിഞ്ഞ ജന്മം റെസ്ലിങ്ങിന് പോയവരാണെന്ന് തോന്നുന്നു. അത്ര ഇടിക്കാനൊക്കെ ഉള്ളൊരു ശക്തിയൊക്കെ അവർക്ക് തോന്നും. അപ്പൊ ഇതൊക്കെ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാച്ചാൽ നമ്മൾ ആ പ്രസന്നതയോടെ പെരുമാറാൻ പഠിക്കണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നവരെയാണ്. ഇങ്ങനെ കുംഭകർണനുമായി ഗംഭീര യുദ്ധം. ശ്രീരാമസ്വാമി കുംഭകർണനെ വധിക്കുന്നു. കുംഭകർണൻ വധിക്കപ്പെട്ടതോടെ ഇന്ദ്രൻ വന്ന് സ്തുതിച്ചു. ഇന്ദ്രൻ സ്തുതിച്ചതിന് ശേഷം രാവണൻ അത്യന്തം ദുഃഖിതനായി. ഇനിയിപ്പോ എന്താ വഴി? തന്റെ ഏറ്റവും അടുത്ത സഹോദരനാണ് തനിക്ക് നഷ്ടപ്പെട്ടത്. ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, അധികായൻ പറഞ്ഞു, തൃശിരസ് തുടങ്ങിയിട്ടുള്ള ആളുകള്, ഞങ്ങൾ പോവാലോ, എന്തിനാ അങ്ങ് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞ് അവര് യുദ്ധത്തിന് വന്നു. അവരും വധിക്കപ്പെട്ടപ്പോ പിന്നീട് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ആ ഇന്ദ്രജിത്തിന്റെ യുദ്ധസമയത്ത്
ഇന്ദ്രജിത്ത് ഒരു പണിയൊപ്പിച്ചു. അസ്ത്രങ്ങളെ കൊണ്ട് രാമലക്ഷ്മണന്മാരെ വീഴ്ത്തിക്കളഞ്ഞു. രാമലക്ഷ്മണന്മാര് രണ്ടുപേരും ബോധം കെട്ട് വീണതോടെ യുദ്ധത്തിൽ എല്ലാവരും തരിപ്പണമായി. ഇന്ദ്രജിത്ത് വിചാരിച്ചു ഇവർ മരിച്ചു എന്ന്. വിജയാഹ്ലാദത്തോടെ ഇന്ദ്രജിത്ത് അവിടുന്ന് പോവുകയാണ്. അത് കഴിഞ്ഞപ്പോ അവിടുന്ന് വയസ്സായിട്ടുള്ള ഒരാള് ചാടി എണീറ്റു. എന്നിട്ട് ചോദിക്കുകയാണ്, ജാമ്പവാനാ ചോദിക്കുന്നത്, ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ? ഹനുമാൻ എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടോ? ഹനുമാൻ എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. കണ്ണെന്നൊക്കെ രക്തം വരുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോ വിഭീഷണൻ അപ്പുറപ്പുറത്തുനിന്ന് ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഹനുമാൻ ജീവിച്ചിരിക്കണ്ടോ എന്ന് ചോദിക്കേണ്ടത് രാമലക്ഷ്മണന്മാര് ജീവിച്ചിരിക്കണ്ടോ എന്നല്ലേ ചോദിക്കേണ്ടത്? എന്താ അങ്ങനെ ചോദിക്കുന്നത് എന്ന്. ഉടനെ പറയാണ്, രാമലക്ഷ്മണന്മാർക്ക് പോലും ഇനി ജീവിക്കണമെങ്കിൽ ഹനുമാൻ ജീവിച്ചിരിക്കണം എന്നാണ്. അപ്പൊ മനസ്സിലായില്ലേ അവർക്ക് പെട്ടെന്ന്. ഹനുമാൻ സ്വാമി ഓടി വന്നു, നമസ്കരിച്ചു. എന്താവോ? പറയാണ്, രാമലക്ഷ്മണന്മാർ കിടക്കുന്നത് കണ്ടില്ലേ അസ്ത്രമേറ്റ്? അങ്ങ് എത്രയും വേഗം പോണം. എങ്ങോട്ടാണ് പോകേണ്ടത്? ഹിമാലയ സാനുക്കളിലേക്ക് പോകണം. അവിടെ ചെന്ന് 3 മരുന്നുകൾ കൊണ്ടുവരാൻ പറയാണ്. എന്തൊക്കെയാണ് അത്രേ കൊണ്ടുവരേണ്ടത്? ശല്യകരണി, സന്താനകരണി, സുവർണകരണി. ഹിമാലയത്തിൽ ഇങ്ങനത്തെയൊക്കെ മരുന്നുണ്ട് എന്നാണ്. ഇതൊക്കെ കൊടുത്താൽ ആള് മരിച്ചവരെ പോലും ജനിപ്പിക്കാൻ സാധിക്കുന്ന പറയണത്. ഇങ്ങനെയൊക്കെയുള്ള മരുന്ന്. ഈ മരുന്നുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ലേ. രാമായണത്തിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു വെച്ചത് കുറേയൊക്കെ ശരി തന്നെയാണ്. എനിക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായത്, ഞാൻ കൈലാസയാത്ര ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കര ജലദോഷം വന്നു. ആദ്യത്തെ വർഷം പോയപ്പോൾ ഭയങ്കര ജലദോഷം, തുമ്മലും ചീറ്റലായിട്ട് അങ്ങനെ ആകെ അവിടുത്തെ കോൾഡ് പെട്ടെന്ന് എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ തുമ്മുന്ന സമയത്ത് ഒരു ടിബറ്റിയൻ ആ കൈലാസ പർവ്വതങ്ങളിലുള്ള ഒരു മരുന്നെടുത്തിട്ട് അയാളുടെ കയ്യിലിങ്ങനെ ഉരച്ചു. എന്നിട്ട് എന്റെ മൂക്കിലൊരൊറ്റ ഒട്ടല്, ശ്വാസം കിട്ടാത്ത വിധത്തിൽ അയാളെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു കൊല്ലുകയാണ് എന്ന്. ടിബറ്റിനല്ലേ ഭാഷ അറിയില്ല, ചിങ് ചൂങ്സ് എന്നൊക്കെയല്ലേ അവരുടെ ഭാഷ. ഒരു 2 സെക്കൻഡ് അയാളുടെ കൈ എന്റെ മൂക്കിൽ വെച്ചു. ഒരു ഭയങ്കര ശക്തിയുള്ള കുത്തിത്തറയ്ക്കുന്ന ആ ചെടിയുടെ വാസന എന്തൊക്കെയോ തലയിൽ പോകുന്ന പോലെ. ഒരു 2 സെക്കൻഡ് കൊണ്ടുണ്ടല്ലോ ജലദോഷവും തുമ്മലും ഒക്കെ പോയി. ഞാൻ അയാളോട് ചോദിച്ചു ആ മരുന്ന് ഏതാണെന്ന്. എല്ലാവരും നടക്കാൻ മുന്നോട്ട് സ്ഥലമിട്ട് വന്ന്. കാരണം നമ്മളത് മാർക്കറ്റ് ചെയ്യുന്ന അവർക്കറിയാം. അയാളത് കാണിച്ചു തന്നതില്ല. അവിടുത്തെ ചില മണ്ണിൽ പ്രത്യേകത ഉണ്ടത്രേ, അത് കഴിച്ചാൽ വിശപ്പുണ്ടാവില്ല. അതാണ് അങ്ങനെയൊക്കെയുള്ള മണ്ണുകളൊക്കെ ഉണ്ടത്രേ ഹിമാലയ സാനുക്കളിൽ. ഒരു ടിബറ്റിയൻ ഒരു ദലൈലാമയെ പോലുള്ള ഒരു മഹാത്മാവ് എഴുതിയ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം. കൈലാസ പർവ്വതത്തിന്റെ ചില ഭാഗങ്ങളിലുള്ള മണ്ണ് അത് വളരെ ഔഷധ ഗുണമുള്ള മണ്ണാണെന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും പല അത്ഭുതങ്ങളും ഈ ഭാരതത്തിലുണ്ട്. ഇവിടെ മൃതസഞ്ജീവനി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണത്. ശരീരത്തിൽ നിന്നും ശരീരത്തിലേക്ക് ജീവനെ മാറ്റാമെന്ന് കണ്ടുപിടിച്ച ആളുകളാണ് നമ്മുടെ പൂർവികന്മാര്. അതിനെ പറയും പരകായ പ്രവേശം. പിന്നുണ്ടോ മരുന്നിന്റെ കാര്യം? ജീവനെ തന്നെ മാറ്റിവെക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള മരുന്ന് കൊണ്ടുവരാൻ ഹനുമാൻ സ്വാമി ചാടിക്കൊള്ളൂ. അങ്ങനെ മരുന്നുകളെ കൊണ്ടുവരാൻ ഹനുമാൻ സ്വാമി പുറപ്പെട്ടു. രാവണൻ ഈ വിവരം അറിഞ്ഞതും തന്റെ പ്രിയ സുഹൃത്തായ കാലനേമിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു താൻ പോയി വഴി മുടക്കണമെന്ന്. കാലനേമി അവിടെ വെച്ച് രാവണന് ആദ്യം ഉപദേശം കൊടുക്കുകയാണ്. രാവണ, ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയത് നിന്റെ ഉള്ളിൽ അമിതമായൊരു അടക്കാൻ വയ്യാത്തൊരു കാമമായ ആസക്തി ഉള്ളതുകൊണ്ടാണ്. ഇപ്പോഴെങ്കിലും നീ തെറ്റ് തിരിച്ചറിയൂ. നീ അയാളുടെ വഴി മുടക്കുന്നതിന് പകരം സ്വന്തം തെറ്റ് തിരുത്തിയാൽ പുത്രൻ മരിച്ചു, ഇപ്പൊ കുംഭകർണൻ സഹോദരൻ മരിച്ചു, സഹോദരനായ വിഭീഷണൻ നിന്നെ വിട്ടുപോയി. ഈ അനർത്ഥങ്ങളൊക്കെ കണ്ടിട്ടെങ്കിലും നീ പഠിക്കൂ. ഇത് കേട്ടതും അപ്പോഴും രാവണൻ നേരെയാവാനല്ല നോക്കുന്നത്. രാവണൻ കോപത്തോടെ ചന്ദ്രഹാസം വലിച്ചെടുത്തിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ നീ, അതോ ഇവിടെ വെച്ച് മരിക്കണോ എന്ന് പറഞ്ഞു. നിന്റെ കൈ കൊണ്ട് മരിക്കാൻ എനിക്ക് മോഹമില്ല. ഇപ്പൊ രാവണന് നേരെയാവാൻ വേണ്ടി പലരും ഉപദേശിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ വരും, അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മയുടെ സഹോദരനായ മാല്യവാൻ വരും.
എന്നിട്ട് മാല്യവാൻ ഉപദേശിക്കും, രാവണ നീ ചെയ്യുന്നത് ശരിയല്ല, ഈ മാർഗമല്ല നമുക്ക് വേണ്ടത് എന്നൊക്കെ ഉപദേശിക്കുമ്പോഴും അമ്മാവനോട് പറയും, ഇത് പറയാൻ നീ മേലാൽ ഈ വഴിക്ക് വരരുത് എന്ന്. എന്താ ശരി എന്താ തെറ്റെന്നുള്ളത് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങൾ കഥയായിട്ട് തള്ളരുത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദുർവാശികളാണ്, ദുശാഠ്യങ്ങളാണ്. ഇതാണ് നമ്മളെ നശിപ്പിക്കുന്നത്. നമ്മുടെ കുലത്തിന് ദോഷം വരുത്തുന്നത് നമ്മളാരും അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മളെയും നശിപ്പിക്കും, ഒരു കുലത്തെയും നശിപ്പിക്കും. അതുകൊണ്ട് ഇതിൽ നിന്ന് മാറാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങളോട്, വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നേരെ ആവണമെന്ന് പറഞ്ഞാൽ നേരെ ആവാത്തതിന് കാരണം കുട്ടിക്കാലത്ത് എന്തിനാണ് നേരെ ആവുന്നത് എന്നുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ്. ഭക്തി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഭുക്തിയിൽ നിന്നും മാറാൻ പറ്റാത്തത്. ഇന്ന് നമ്മളെ വികലമായി ഭക്തി, അതാണ് നമുക്കുണ്ടായ കുഴപ്പം. നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ അനുഷ്ഠാനം എന്നാണ് അർത്ഥം വെച്ചത്. ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിന് വ്യത്യാസം വരുത്തി നമ്മള്. ഭക്തി ഒരു അനുഷ്ഠാനത്തിൽ ഒതുക്കി നിർത്തരുത്. അനുഷ്ഠാനം പോലും പ്രേമത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. ആരെയാണ് പ്രേമിക്കേണ്ടത്? അവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, ഗുരുക്കന്മാരിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ആരെ പ്രേമിച്ചാലാണോ എപ്പോഴും എനിക്ക് പ്രസന്നതയും സന്തോഷവും സംതൃപ്തിയും ഉത്സാഹവും നിലനിർത്താൻ സാധിക്കുക, അവരെയാണ് പ്രേമിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാവും, പ്രേമിക്കേണ്ടത് എപ്പോഴും കൂടെയുള്ള ആളെയാണ്. മറ്റുള്ളവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, പ്രേമിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഉത്സാഹവും സന്തോഷവും നിലനിർത്താൻ സാധിക്കുകയില്ല. അപ്പൊ വീണ്ടും നമ്മൾ ചോദിക്കണം, എന്ത്, അങ്ങനെ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ഇതൊക്കെയാണ് ഗുരു ശിഷ്യ സംവാദം. അപ്പൊ വീണ്ടും ശിഷ്യൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗുരു പറയും, നോക്കൂ, അച്ഛൻ എപ്പോഴും കൂടെയുണ്ടോ? ഇല്ല. അമ്മയുണ്ടോ? ഇല്ല. ഇനി ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിന് നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഭാര്യയ്ക്കുണ്ടാവാൻ പറ്റുമോ? ഇല്ല. മക്കൾക്കുണ്ടാവാൻ പറ്റുമോ? ഇല്ല. ഇവരാരും കൂടെ ഇല്ല. ഇനി നിന്റെ ശരീരം, അതിലൂടെയാണല്ലോ നീ അനുഭവിക്കുന്നതൊക്കെ. ശരീരം എപ്പോഴും കൂടെയുണ്ടോ? ഇല്ല, ഉറക്കത്തിലൊന്നും ഇല്ല അത്. ഇനി നിന്റെ മനസ്സെപ്പോഴും കൂടെയുണ്ടോ? അതും ഉറക്കത്തിൽ പ്രവേശിക്കുമ്പോൾ അതും കൂടെയില്ല. ഇവരോടൊക്കെ ഞാൻ ഇടപഴകൽ നടത്തുന്നത് ഏതിലൂടെയാണ്? അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും എല്ലാവരോടും ഇടപഴകൽ നടത്തുന്നത് മനസ്സിലൂടെയാണ്. മനസ്സുണ്ടെങ്കിലേ ഇടപഴകലുള്ളൂ. അപ്പൊ മനസ്സും കൂടെയില്ല. പിന്നെ ആരാ നിന്റെ കൂടെയുള്ളത്? നീ ശ്വസിക്കുന്ന വായു, അത് അകത്തേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു, വീണ്ടും അകത്തേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. നിന്റെ കഴിവുകൊണ്ടാണോ അതകത്ത് വരുന്നതും പുറത്തു പോകുന്നതും? അല്ല, എന്റെ കഴിവുകൊണ്ടല്ല. അത് ഉള്ളിലിരിക്കുന്നൊരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ടും പ്രേരണ കൊണ്ടുമാണ്. ആ ശക്തി കൂടെ ഉണ്ടോ എപ്പോഴും? ആ ശക്തി ഉറക്കത്തിലുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഉറക്കത്തിലും ശ്വാസം അകത്ത് വരുന്നതും ശ്വാസം പുറത്തു പോകുന്നതും. ആ ശക്തിയാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ആ ശക്തിയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, പ്രേമിക്കാൻ തുടങ്ങിയാൽ, അത് തന്നെ നിന്റെ ജീവിതത്തിൽ സന്തോഷവും ഉത്സാഹവും ധൈര്യവും നിനക്ക് തരും. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്നേഹം എവിടെ നിന്ന് എവിടേക്ക് എത്തിച്ചു? മറ്റുള്ളവരിൽ നിന്നും സ്നേഹത്തെ തന്റെ ആത്മാവായിരിക്കുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലേക്ക് എത്തിച്ചു. മനസ്സിലായില്ലേ? ഈ ഭക്തി നമുക്ക് ഉറയ്ക്കാൻ തുടങ്ങിയാൽ അതിലൊരു സംതൃപ്തി കിട്ടും. നമുക്ക് ഉള്ളിൽ സംതൃപ്തി അനുഭവിക്കാൻ തുടങ്ങിയാൽ ബാഹ്യവിഷയങ്ങളിൽ നിന്നും നമുക്ക് തൃപ്തി ഉണ്ട് എന്ന് തോന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങളോട്, മനസ്സിന്റെ പ്രത്യേകത, വലിയ സുഖം അനുഭവിക്കുമ്പോൾ ചെറിയ സുഖം മനസ്സ് വിടും. ഇപ്പോൾ നമ്മൾ ഉള്ളിലുള്ള സുഖം അനുഭവിക്കാത്തത് കൊണ്ടായിരിക്കാം ബാക്കിയുള്ള സുഖം വലുതായിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു കുട്ടിയുടെ കയ്യിൽ ചോക്ലേറ്റും പൈസയും കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ചോക്ലേറ്റ് കിട്ടിയാൽ അവൻ നോട്ട് വലിച്ചെറിയും. കാരണം അവന് നോട്ടിനേക്കാൾ സുഖം, രസം ഏതിൽ കിട്ടുന്നുണ്ട്? ചോക്ലേറ്റിൽ കിട്ടുന്നുണ്ട്. ചില കുട്ടികളുണ്ടല്ലോ, മുലപ്പാല് കുടിച്ചുകൊണ്ട് വരുന്ന പ്രായത്തില് ആ മുലപ്പാല് കിട്ടാതെ വരുമ്പം അവൻ വിരല് കുടിക്കും. അവൻ എപ്പോ അമ്മ അവന് മുലപ്പാല് കൊടുക്കുന്നു അപ്പൊ അവൻ വിരല് വിടും.
ഇത് തന്നെയാണ് ആധ്യാത്മികതയിലും. ആത്മീയ സുഖം അനുഭവിക്കാൻ തുടങ്ങും തോറും ബാഹ്യമായിട്ടുള്ള സുഖത്തിനോട് താല്പര്യം നമുക്ക് കുറഞ്ഞു 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 വരും. അപ്പൊ നമ്മൾ പലരും പരിശ്രമിക്കേണ്ടത് ഏതിനാണ്? ആത്മീയ സുഖം കൂടുതൽ അനുഭവിക്കണം. അതിനെന്താണ് വഴി? അതിനാണ് രാവിലെ നേരത്തെ എണീറ്റ് ഒരു ഭാഗത്തിരുന്ന് ഭഗവാൻ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണെന്ന ബോധത്തോടെ നാമം ജപിച്ച് ആ നാമത്തിൽ ഒരാനന്ദം കണ്ടെത്തുക. അങ്ങനെ നമ്മൾ ആനന്ദം കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും നമുക്ക് വലിയ തൃപ്തി തരാത്തതായും. മനസ്സിലായില്ലേ? രാവണന്മാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരവരുടെ ലോകത്തിൽ തന്നെ ജീവിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ പറയുന്നത്. ഇപ്രകാരം കാലനേമി ഉപദേശമൊക്കെ കൊടുത്തു. പക്ഷേ കൊല്ലുന്നു പറഞ്ഞപ്പോ കാലനേമി പോയി. അതേ ഹിമാലയ സാനക്കളുടെ ഒരു ഭാഗത്ത് സന്യാസ വേഷം കിട്ടി അവിടെ ഇരുന്നു. അപ്പോഴാണ് ഹനുമാൻ സ്വാമി ഫ്ലൈ ചെയ്ത് വരുന്നത്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഒന്ന് ലാൻഡ് ചെയ്തു, ഒന്ന് ചോദിച്ചു. കാരണം ഈ മരുന്നുകളുടെ പേരൊന്നും അത്ര ഓർമ്മ ഉണ്ടായില്ല അവർക്ക്, ഹനുമാൻ സ്വാമിക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വെള്ളം കുടിക്കുമെന്ന്. ദാഹിക്കുന്നുണ്ട്, ദാഹം പ്രാഞ്ഞു വന്നു എന്നാ പറഞ്ഞത്. ഇപ്പൊ കലശക്കിണ്ടിയിൽ വെള്ളമുണ്ട് അദ്ദേഹത്തിന്റെ പാത്രത്തില്. ആ വെള്ളം എടുത്തു കൊടുത്തു. പറഞ്ഞു, ഈ വെള്ളമൊന്നും മതിയാവില്ല, കുറച്ചുകൂടി വെള്ളം വേണം. അവിടെ ഇരിക്കൂ, എനിക്ക് ദിവ്യദൃഷ്ടിയുണ്ട്, ഞാൻ ഇവിടെ നിന്ന് കാണുന്നു. രാമലക്ഷ്മണന്മാരൊക്കെ എപ്പോഴും എണീറ്റു, അവരൊക്കെ ഉത്സാഹഭരിതരായി, അവരൊക്കെ യുദ്ധം തുടങ്ങി. കുറച്ചു കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി, വിശ്രമിക്കൂന്ന്. അതായത് ഇവിടെ ശ്രീരാമ ലക്ഷ്മണന്മാരെ കുറച്ചുനേരം പിടിച്ചിരുത്തിയാൽ അല്ലെങ്കിൽ കിടത്തിക്കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കൊടുത്താലും കാര്യം ഉണ്ടാവില്ല. കുറച്ച് സമയത്തിനുള്ളിൽ അവർക്ക് മരുന്ന് കൊടുക്കണം. അപ്പൊ ആ മരുന്ന് കൊടുക്കുന്ന സമയത്തിലൊരു വൈക്കം വരുത്തിക്കഴിഞ്ഞാൽ ഇവർ മരിക്കും എന്ന് ചിന്തിച്ചതുകൊണ്ടായിരിക്കാം കാലനേമി ഹനുമാൻ സ്വാമി പിടിച്ചിരുത്തിയത്. ഉടനെ ഹനുമാൻ സ്വാമി പറഞ്ഞു, ഭയങ്കര ദാഹമുണ്ട് എന്ന്. അപ്പൊ ഒരു നദിയുണ്ട്, ഹിമാലയ സാനക്കളിലല്ലേ, അതിൽ പോയി വെള്ളം കുടിക്കാം. ഗംഗയുടെ പാർശ്വ നദികൾ ഏതെങ്കിലും ആയിരിക്കാം. അതിൽ പോയി വെള്ളം കുടിക്കാൻ നോക്കുമ്പോ ഒരു ബ്രഹ്മചാരിയെ അയച്ചു, പതുക്കെ പോവാവോ, പതുക്കെ പതുക്കെ അവിടെ എത്തിയാൽ മതിയെന്ന്. അവിടെ ചെന്ന് വെള്ളം കുടിക്കാൻ നേരത്തെ പെട്ടെന്നൊരു മുതല കടിക്കാൻ ചാടി. ചാടിയതും മുതലയുടെ വായ പിടിച്ച് പിളർത്തി കളഞ്ഞു, അതിനെ കൊന്നുകളഞ്ഞു. അതിൽ നിന്നും ഒരു ദിവ്യരൂപം പ്രകടമായി. എന്നിട്ട് ആ ദിവ്യരൂപം പറയാണ്, ഒരു അപ്സരസ്സായിരുന്നു അത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരാന്നറിയോ? പണ്ടൊരു മുനിയുടെ ശാപം കൊണ്ട് വന്നതാണ് മുതലയിട്ട്. അന്നെനിക്ക് മുനി ശാപമുക്തി തന്നത് ശ്രീരാമസ്വാമിയുടെയും ലക്ഷ്മണന്റെയും ആവശ്യാർത്ഥം മരുന്നന്വേഷിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി വരുമെന്നും അദ്ദേഹത്തിനെ വഴിതെറ്റിക്കാൻ ഒരു കാലനേമി വരുമെന്നും ആ കാലനേമി വഴിതെറ്റിക്കുന്ന സമയത്ത് നീ അവിടെ മുതലയായി ചെന്ന് ഹനുമാൻ സ്വാമി കടിക്കുമ്പോൾ നിന്നെ പിളർത്തിയാൽ നിനക്ക് ശാപമുക്തി വരുമെന്ന് മുനി പറഞ്ഞ പ്രകാരം ഞാൻ മുക്തയായിരിക്കണോ? ഇപ്പൊ ഒരു സന്യാസി അവിടെ ഇരിക്കണില്ലേ, നമ്പർ 1 കള്ള സന്യാസിയാ. കാത്തിരിക്കണ്ട, പോയി ശരിയാക്കിക്കോളൂ രക്ഷപ്പെടണമെങ്കിൽ. ഇവിടെ വൈകിയാൽ ശ്രീരാമലക്ഷ്മണന്മാർ അവിടെ കിടക്കുകയാണ്. ഇത് കേട്ടതും ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി വഞ്ചിക്കപ്പെട്ടു എന്ന്. ഒന്നും അറിയാത്ത പോലെ അവിടെ ചെന്നു. പറഞ്ഞു, വെള്ളമൊക്കെ കുടിച്ചില്ലേ, വിശ്രമിച്ചോളൂ എന്ന്. ഓ, ഇപ്പൊ വിശ്രമിക്കാം, എന്നേക്കായിട്ട് ഒറ്റ അടി കൊണ്ട് കൊടുത്തു. ഇനി കുറച്ചു നേരമല്ല വിശ്രമം, എന്നേക്കുമായിട്ട് വിശ്രമിച്ചോ എന്ന് പറഞ്ഞു. അവിടുന്ന് നേരെ ഫ്ലൈ ചെയ്തു, പറഞ്ഞ സ്ഥലത്തെത്തി. മരുന്നിന്റെ സ്ഥലത്ത് പർവ്വതങ്ങള്, എത്രയോ ലക്ഷക്കണക്കിന് പർവ്വതങ്ങളാണ് ഹിമാലയത്തില്. എവിടെയാ അന്വേഷിക്കുക? മരുന്നിന്റെ പേരും മറന്നുപോയി. അവസാനം ഒരു ബുദ്ധി തോന്നി, എന്ത്, ഇനി മരുന്ന് അവിടെ കൊണ്ടു ചെന്നിട്ട് ഇതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായില്ലേ? ആ പർവ്വതം തന്നെ ഇളക്കിയെടുത്തു, നേരെ അതും കൊണ്ടുവരുന്നു. ഇവര് നോക്കിയപ്പം ഹനുമാൻ സ്വാമി മരുന്നിന് പോയ ആളുണ്ട്, പർവ്വതവും മുക്കി വരുന്നു. ഏതായാലും അത് കൊണ്ടുവച്ചു. അന്ന് മുതലായിരിക്കും ഒരുപക്ഷെ ബുദ്ധിയില്ലാത്തവര് മടിയൻ മല ചുമക്കുന്നുള്ളൊരു പ്രയോഗമുണ്ടല്ലോ, ആ ബുദ്ധി, സൂക്ഷ്മ ബുദ്ധി ഹനുമാൻ സ്വാമിക്ക് അങ്ങോട്ട് വിട്ടുപോയി, ഏത് മരുന്നാ കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. ഏതായാലും നമ്മളെയൊക്കെയാ കൊണ്ടുവരാൻ ഹനുമാൻ സ്വാമി ഏൽപ്പിച്ചതെങ്കിൽ, നമ്മുടെ പേരെങ്ങാനും മറന്നിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റോടുകൂടിയിട്ട് അല്ലെങ്കിൽ ബിൽഡിങ്ങോട് കൂടിയിട്ട് ഹനുമാൻ സ്വാമി കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ഹനുമാൻ സ്വാമി മരുന്നൊക്കെ കൊണ്ടെത്തിച്ചു. അപ്പൊ അവരുടെ ഇടയിൽ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്. അന്നത്തെ എഞ്ചിനീയറും മങ്കിയായിരുന്നു,
ഫസ്റ്റ് എഞ്ചിനീയർ ഇൻ ദ ഹോൾ വേൾഡ്. അതൊരു മങ്കിയായിരുന്നു. ആയുർവേദ ഡോക്ടറും കുരങ്ങനായിരുന്നു. അയാളുടെ പേരായിരുന്നു സുഷേണൻ. അയാൾ അപ്പോഴേക്കും മരുന്നുകളൊക്കെ കലക്കി റെഡിയാക്കി ശ്രീരാമസ്വാമിയെയും ശ്വസിപ്പിച്ചു, ലക്ഷ്മണനെയും ശ്വസിപ്പിച്ചു. രണ്ടുപേരും മുക്തരായി. ഉടനെ ശ്രീരാമസ്വാമി പറഞ്ഞു, ഞാൻ കുരങ്ങന്മാരൊക്കെ മരിച്ചാൽ കൊണ്ടിടരുതെന്ന് പറഞ്ഞതെന്തല്ലോ ഇതിനു വേണ്ടിയിട്ടാണ്, എല്ലാറ്റിനും ജീവൻ കൊടുക്കുമെന്ന്. അങ്ങനെ എല്ലാ കുരങ്ങന്മാർക്കും ജീവൻ കൊടുത്തു. ഉടനെ തന്നെ ജാമ്പവാൻ പറയാണ്, മല വേഗം എടുത്ത് കൊണ്ടുവച്ചോളൂ അവിടെ തന്നെ, അല്ലെങ്കിൽ ഈ രാവണന്മാരെടുത്തു കൊണ്ടുപോയാലുണ്ടല്ലോ പിന്നെ അവർ ചാവുന്നതിനനുസരിച്ച് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കും. ഈ പർവ്വതം അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവച്ചു. വീണ്ടും യുദ്ധം, ഘോരമായ യുദ്ധം. ഇന്ദ്രജിത്ത് ജയിച്ചു എന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയിൽ ഇന്ദ്രജിത്തിന് മനസ്സിലായി തോൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന്. അയാളൊരു മായാവിനോദം ചെയ്തു. മായ കൊണ്ടൊരു സീതയുടെ രൂപമുണ്ടാക്കി വാനരന്മാരുടെ മുന്നിൽ വെച്ച് സീതയുടെ കഴുത്ത് വെട്ടുന്നതായിട്ടും രക്തം ചിതറുന്നതായിട്ടും സീത തളർന്നു വീഴുന്നതായിട്ടും കാണിച്ചു കൊടുത്തു. വാനരന്മാരൊക്കെ പൊട്ടിക്കരയുന്നു. എല്ലാവരും ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് ഓടുകയാണ്. ഈ സീതയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ യുദ്ധം ചെയ്യുന്നത്, ഇപ്പൊ സീത അതാ കിടക്കുന്നു. ഇത് കണ്ട് പൊട്ടിക്കരയുന്ന നേരത്ത് വിഭീഷണൻ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ വാനരന്മാരെന്ത് മനസ്സിലാക്കി, ഇത് സീതയൊന്നല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. അന്ന് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാൻ തുടങ്ങിയിട്ട് ആൾക്കാര്. ഇതൊക്കെ നമ്മുടെ ഭാരതത്തിലാണ് തുടങ്ങിയത്, ഒറിജിനലെല്ലാം. എനിക്ക് തോന്നുന്നു രാവണന്മാരൊക്കെ കുന്നംകുളം ഭാഗത്തുനിന്നാണ് വന്നത് എന്ന്. ആ ഭാഗത്താണ് അത്ര കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് വരിക. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ട്, എല്ലാം ആ ഭാഗത്തിന് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ കുന്നംകുളത്തുകാർ ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് പറയാം.